അഡ്വക്കേറ്റ് വസന്ത് ശ്രീ, അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെ ഇങ്ങനെ കുറെ വ്യാജ ഡേറ്റകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു വാർത്താ സമ്മേളനത്തിൽ പറ്റിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ശകുൻ റാണിയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തത വരുത്തുന്നു, അവർ ഒന്നിലധികം ഇടങ്ങളിൽ വോട്ട് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ സംശയത്തിന്റെ നിഴലിൽ ആക്കിയതിൽ ആര് മറുപടി പറയണം? അല്ല, ഒന്ന് ചില കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താം. ഒന്ന്, എന്റെ പ്രിയ സുഹൃത്ത് BJP പ്രതിനിധി ഇപ്പോൾ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ എന്താണ്, 45 ദിവസം മതി CCTV ഫുട്ടേജ് സൂക്ഷിച്ചു വെക്കുന്നത് എന്നാണ് രാജ്യത്തെ നിയമം. ആണ് സാർ, എപ്പോഴാണ് അത് വളരെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിയമം പറയുന്നത്. ആ 45 ദിവസത്തിനിടയിൽ ഒരു തവണ പോലും ആ പോളിംഗ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു പരാതി പോലും ഇലക്ഷൻ കമ്മീഷന്റെയോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറിന്റെയോ സാന്നിധ്യത്തിൽ എത്തിച്ചേരാത്ത പക്ഷം, അങ്ങനെ എത്തിച്ചേർന്നാൽ ആ പരാതി പരിഹരിക്കുന്നോടം വരെ ആ CCTV ഫുട്ടേജ് സൂക്ഷിച്ചു വെക്കുക, കാത്തു വെക്കുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ അതാത് ബൂത്ത് പ്രസിഡന്റുമാർ, അതാത് മണ്ഡലം കമ്മിറ്റികൾ, അതാത് DCCകൾ പരാതി കൊടുത്തിട്ടുണ്ട്. അത് തൃശ്ശൂരിലുമുണ്ട് കേട്ടോ, ആ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി തൃശ്ശൂരിൽ ഉണ്ടായ മറ്റൊരു കഥ പറയാം. നിങ്ങൾ ഈ സൂക്ഷിച്ചു വെക്കുന്നവരാണല്ലോ, തൃശ്ശൂരിൽ ഈ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടിംഗ് മെഷീൻ അത് ഹൈക്കോടതിയുടെ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നത് കൊണ്ട് സീസ് ചെയ്യപ്പെട്ടിരുന്നു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടത് എന്താണെന്ന് അറിയാമോ? ബീഹാറിൽ ഇലക്ഷൻ നടക്കുകയാണ്, വേറെ മിഷൻ ഇല്ല, ഈ മിഷൻ അതുകൊണ്ട് റിലീസ് ചെയ്യണം. ഏത് കോടതിയിൽ ഇരിക്കുന്ന മിഷൻ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റിലീസിംഗ് ഓർഡറിന് വേണ്ടി കോടതിയുടെ സമക്ഷം പോവുകയാണ്. ബീഹാറിൽ ഇവർക്ക് ഇലക്ഷൻ നടത്താൻ വേണ്ടി വേറെ മിഷൻ ഇല്ലല്ലോ. ഇനി അങ്ങ് ചോദിച്ച അല്ലെങ്കിൽ അദ്ദേഹം മുമ്പോട്ട് വെച്ച ചില ആരോപണങ്ങൾ ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ ഇലക്ഷൻ കമ്മീഷന്, അതായത് BJPയുടെ ഇലക്ഷൻ കമ്മീഷന്, നമ്മുടെ ടൈറ്റിൽ കാർഡ് പോലെ ഭാരതീയ ജനതാ ഇലക്ഷൻ കമ്മീഷന് യാതൊന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇലക്ട്രോണിക് വോട്ടേഴ്സ് റോള് പുറത്തുവിടാത്തത്? എന്തുകൊണ്ടാണത്? ഇനി നിങ്ങൾ വിടുന്നത് പ്രിന്റഡ് ആയിക്കോട്ടെ, ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ തരുന്നത് പ്രിന്റഡ് ആയിക്കോട്ടെ, എന്തുകൊണ്ടാണ് അത് മിഷൻ റീഡബിൾ ആക്കാത്തത്? കാരണം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ കഴിഞ്ഞ 6 മാസം വേണ്ടി വന്നു ഒരു മണ്ഡലം പഠിക്കാൻ. ഒരു മണ്ഡലം, ഒരു ലോക്സഭാ മണ്ഡലം പഠിക്കണമെങ്കിൽ ഇത് 1, 2, 3, 4 ശകുൻ റാണിയുടെ അമ്മൂമ്മയുടെ അടുത്തുള്ള ചേട്ടന് അങ്ങനെ 1, 2, 3 എന്ന് ഇരുന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ ഈ കഴിഞ്ഞ 2024 നിങ്ങൾ നടത്തിയ കൊള്ള ഈ രാജ്യത്തെ മുഴുവൻ പഠിച്ചെടുക്കണമെങ്കിൽ 20 വർഷം 25 വർഷം എടുക്കും. എന്നാൽ മിഷൻ റീഡബിൾ ആണെങ്കിലോ, ഇലക്ഷൻ കമ്മീഷൻ തരുന്ന ഡേറ്റ മിഷൻ റീഡബിൾ ആണെങ്കിലോ മാക്സിമം 1 മാസത്തിനുള്ളിൽ ഈ രാജ്യത്ത് നിങ്ങൾ നടത്തിയ വോട്ട് കൊള്ളയെ പറ്റി കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് തരാൻ മടി? എന്താ മടി? രണ്ടാമതായി, CCTV ഫുട്ടേജുകൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇനിയും അങ്ങ് ആ വാദം പറയരുത്, ഇത് 45 ദിവസം കഴിയുമ്പോൾ കത്തിച്ചു കളയാനുള്ളതാണ്. അല്ല സാർ, പരാതി ഉയർന്ന മണ്ഡലങ്ങളിലെല്ലാം നിങ്ങൾ സൂക്ഷിക്കണം. അത് സൂക്ഷിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. പരാതി ഉയർന്നിടത്തെ മതിയെന്നേ, പരാതി ഉയർന്ന സ്ഥലങ്ങളിലേ മതി. രാഹുൽ ഗാന്ധി ഇപ്പോൾ ആരോപണമായി ഉന്നയിച്ച ഇടങ്ങളിലൊക്കെയും നിങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പരാതി കൊടുത്തിരുന്നില്ലേ വസന്ത? അതാണ് ഞാൻ പറഞ്ഞത് അസിത, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസ് മാത്രമല്ലെന്നേ, കർണാടകയിൽ, മഹാരാഷ്ട്രയിൽ അടക്കം വിവിധ പാർട്ടികൾ, ഈ മഹാഗഡ്ബന്ധന്റെ ഭാഗമായുള്ള പാർട്ടികൾ, എല്ലാ പാർട്ടികളും കൊടുക്കുന്നു. ഞങ്ങൾ പറയുന്നത്, ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾ കൊടുത്ത പരാതിയുടെ റെസിപ്റ്റുമായിട്ട് വരാം. ആ മണ്ഡലത്തിലെ CCTVയുടെ ദൃശ്യങ്ങൾ പുറത്തുവിടാമോ? ആ മഹാദേവപുര എന്ന് പറയുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യൂവൻസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? എന്താണ് മഹാദേവപുരയിൽ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന്? എന്താ സംശയമുള്ളത്? എന്താ സംശയം? മഹാദേവപുര എന്ന ഞങ്ങൾക്ക് ആ മണ്ഡലവുമായി പരാതിയുടെ കോപ്പി ഒന്ന് കാണിക്കോ? അല്ല, പറയട്ടെ. ഞങ്ങൾക്ക് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ ഉണ്ടായ കാലം തൊട്ടേ ഞങ്ങൾ അവിടെ കൃത്യമായി പരാതി കൊടുത്തു തന്നെയാണ് മുമ്പോട്ട് പോയിട്ട്. തൃശ്ശൂരിൽ പരാതി കൊടുത്തിട്ടില്ലേ ജിതിൻ? ഇല്ലേ? തൃശ്ശൂരിൽ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഞങ്ങൾ DCC മഹാദേവപുരത്തെ പറ്റി പറയൂ. ഉദാഹരിച്ചത് തൃശ്ശൂരിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? അവിടെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ സുനിൽകുമാറും അവിടുത്തെ DCC നേരിട്ട് 2 3 തവണ പരാതി കൊടുത്തു. നിങ്ങളുടെ ഇലക്ഷൻ കമ്മീഷൻ, നിങ്ങളുടെ ഉദ്യോഗസ്ഥർ എന്താ നിലപാട് സ്വീകരിച്ചത്? മഹാദേവപുരയിൽ ഞങ്ങൾ കൊടുത്ത പരാതിയിൽ നിങ്ങൾ എന്താ നിലപാട് സ്വീകരിച്ചത്? പക്ഷേ ജിതിൻ, മഹാദേവപുരയിൽ കോൺഗ്രസിന് പരാതി ഉള്ളത് കൊണ്ടാണല്ലോ ഈ തെളിവുകളൊക്കെയും ഇപ്പോൾ പുറത്തു വന്നത് എന്നാണ് അതിലെ ഏറ്റവും സിമ്പിൾ ലോജിക്ക്. അവിടെയായിരുന്നു അവർക്ക് പരാതി ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഡേറ്റകൾ എടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അവർ പരാതി കൊടുത്തിരിക്കുമല്ലോ. എന്റെ കയ്യിൽ ആ പരാതിയുടെ കോപ്പി ഇല്ല.